കുക്കറിൽ വെറും 2 വിസിൽ മതി. നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എത്ര കഴിച്ചാലും മതിവരാത്ത രുചിയിലുള്ള ഈ ഒരു പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ചൗവരിയാണ്. ചൗവരി അല്ലെങ്കിൽ സാബൂനരി എന്ന് പറയും. ഞാനിവിടെ ചെറിയ അരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മീഡിയം വലുപ്പത്തിലുള്ളത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതാദ്യം നല്ലപോലെ തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. 2-3 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അരമണിക്കൂർ നേരത്തേക്കാണ് ഇതൊന്ന് കുതിർത്തെടുക്കുന്നത്. അതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി ഇവിടെ ഒരു പാനിലേക്ക് ഏകദേശം 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ക്യാരറ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വലിയ ഗ്രേറ്ററിലൂടെയാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ഒന്ന് ആദ്യം ആ ഒരു നെയ്യിൽ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ആ ഒരു ക്യാരറ്റൊക്കെ അത്യാവശ്യം വെന്ത് വരാനും ഇത് സഹായിക്കും. അപ്പോൾ അതാ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതുകൊണ്ട് തന്നെ ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കില്ല. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു സെയിം പാനിലേക്ക് തന്നെ വീണ്ടും 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ചെറുപയർ പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുപയർ പരിപ്പ് ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വെള്ളമൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിലിട്ട് വെച്ചിരുന്നു. അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ചെറുപയർ പരിപ്പ് നെയ്യിൽ നല്ലപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഏകദേശം 5 മിനിറ്റോളം നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ കുതിർക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആ ഒരു ചവ്വരി നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ സോക്ക് ചെയ്തെടുത്തിരിക്കുന്ന ആ ഒരു ചവ്വരി കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏത് കപ്പിലാണോ ചവ്വരി എടുത്തിരിക്കുന്നത് ആ ഒരു കപ്പിൽ തന്നെ 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ മാത്രം ഇത് വേവിച്ചാൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് വേവിച്ചൊക്കെ എടുത്ത് അതിൽ ആവിയൊക്കെ നന്നായിട്ട് മാറി വന്നതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. നമുക്ക് എല്ലാം തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പരിപ്പും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഡയറക്റ്റായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ശർക്കരയിൽ അഴുക്കില്ല എന്ന് അറിയുന്നത് കൊണ്ടാണ് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അഥവാ അഴുക്കുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കര പാനിയാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. 2 കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ശർക്കര പാനിയാക്കിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ 2 കപ്പ് പൊടിച്ച ശർക്കര 1 കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര പാനിയാക്കിയിട്ട് എടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ചേർത്ത് കൊടുത്ത ശർക്കരയുടെ അളവിൽ ഒരു മിതമായിട്ടുള്ള മധുരം മാത്രമേ ഇതിന് കാണുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടാവുന്നതാണ്. ഞാനിതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നോക്കൂ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് യോജിച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ആ ഒരു മൂപ്പിച്ചെടുത്തിരിക്കുന്ന ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ക്യാരറ്റ് നമ്മൾ നേരത്തെ വറുത്തെടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വേവാനൊന്നുമില്ല, ഓൾറെഡി വെന്തതാണ്. നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വീണ്ടും ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നല്ല പോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നോക്കി, ഇത് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. എല്ലാം കൂടെ ഞാനിവിടെ ഏകദേശം 5 മിനിറ്റ് നേരം നല്ല പോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർത്ത ഉടൻ തന്നെ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. കാരണം അത്യാവശ്യം നല്ല ചൂടിലാണ് നമ്മളുടെ പായസം ഇപ്പം ഇരിക്കുന്നത്. ആ ഒരു ചൂടിൽ തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ആ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. തേങ്ങാപ്പാലിന് പകരം നിങ്ങൾ പാലാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ചൂട് ആറി വന്നതിന് ശേഷം മാത്രം പാല് ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ തേങ്ങാപ്പാൽ ചേർത്ത് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണോളം ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാര കൂട്ടി ചേർത്ത പൊടിച്ചതാണ്. അതുകൊണ്ടാണ് 1 ടീസ്പൂണോളം ചേർത്തത്. അല്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണോളം ചേർത്താൽ മതിയാകും. എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് കുറച്ച് നെയ്യിൽ മൂപ്പിച്ചെടുത്തിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളുടെ പായസം ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു മിതമായിട്ടുള്ള മധുരം മാത്രമേ ഇതിന് കാണുള്ളൂ. പായസം ഞാനിവിടെ കോരിക്കഴിക്കുന്ന പാകത്തിനാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി മാറ്റണമെന്നുണ്ടെങ്കിൽ വെള്ളമോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ സിമ്പിളായിട്ടും തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പായസം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.